ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലേ? ഇത് സേമിയത്തിൻ്റെ പാക്കറ്റാണ് കേട്ടോ. സംഭവം നമ്മൾ സേമിയ പാക്കറ്റ് ആദ്യം കണ്ടാൽ തോന്നും ഒരു പായസമൊക്കെ ഉണ്ടാക്കാനായിരിക്കും. സാധാരണ നമ്മളതിനാണ് സേമിയ യൂസ് ചെയ്യുക. പക്ഷേ ഇന്ന് നമുക്ക് വേറൊരു റെസിപ്പിയാണ് സേമിയറ്റ് ഉണ്ടാക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. ഇനി നമുക്ക് അടുത്ത പരിപാടി സേമിയ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. കാരണം നമ്മളിത് വറക്കാത്ത സേമിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിനി മേ ബി വറുത്തത് വാങ്ങുവാണെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് നെയ്യിലിട്ടിട്ട് വറുത്തെടുക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്രൗൺ കളറിൽ റെഡിയാക്കി എടുക്കുക, ചൂടാക്കി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നേരത്തെ സേമിയത്തിൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളറാണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കുക. ഇതാകുമ്പോൾ നമുക്കൊന്നും കൂടി ഡ്രൈ ആയിട്ട് കിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതിനനുസരിച്ച് റെഡിയാക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മളൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. കുറച്ച് കോക്കനട്ട് കൊണ്ട് ഒഴിച്ചു കൊടുക്കാവേ. ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗായ്സ്, ഒരു സംഭവം മറന്നു കേട്ടോ. നമ്മളതിന് ഉപ്പിടാൻ മറന്നിട്ടുണ്ട്. ഈ തിളക്കിൻ്റെ ടൈമിൽ ഇട്ട് കൊടുത്താലും മതി. അപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി വറുത്തെടുത്ത് സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായി വെന്ത് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ വെള്ളമൊക്കെ വറ്റണം കേട്ടോ. അത് നമ്മുടെ റെസിപ്പി റെഡി ആവുള്ളൂ. പിന്നെ ഗായ്സ്, ഒരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ടൈം കൊണ്ട് നമ്മളെ കടുകും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് വീഡിയോ എടുക്കാനും ചെയ്യാനും കൂടിയുള്ള ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണെങ്കിൽ പോലും നന്നായിട്ട് ചൂടായിട്ടുള്ള കാരണം അത് കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഗായ്സ്, നല്ല തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഞാനത് മുന്നേ ഇടാൻ വേണ്ടി മറന്നു പോയതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഫൈനലി നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുകയെന്ന് എനിക്കറിയില്ല. നമ്മളിത് സേമിയ ഉപ്പുമാവ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും റെഡിയാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിലുള്ള കുട്ടികളൊക്കെ ഒന്ന് പറ്റിക്കാം, നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കഴിക്കുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഒന്ന് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത്